എല്ലാവർക്കും ശിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രോൺസും അതുപോലെ തന്നെ മഷ്റൂംസും ഇട്ടിട്ടാണ് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിന്റെ പോലെ തന്നെ, പക്ഷെ അതിൽ എക്സ്ട്രാ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഫ്രൈഡ് റൈസിന്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ബസുമതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കണ്ട ആ കപ്പ് കൊണ്ട് ഒരു 1.5 കപ്പ് ബസുമതി റൈസ്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇത്രയും മഷ്റൂം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സാധാരണ ഒരു പാക്കറ്റിൽ കിട്ടുന്ന ആ ഫുള്ള് മഷ്റൂം തന്നെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നൈസായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കിലോ പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുണ്ടല്ലോ സോയാ സോസ് ആണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി ഈ ഫ്രൈഡ് റൈസിലേക്ക് ഉണ്ടല്ലോ ഇത്രയും കാബേജ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്. അതും വളരെ നൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കേണ്ടത്. പിന്നെ പച്ചമുളകും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇതേപോലെ നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ ഫ്രൈഡ് റൈസിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് ഈ സ്പ്രിംഗ് ഒനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ നമുക്ക് അരി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് നല്ല ചൂടായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇത് 1 ലിറ്റർ വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുണ്ടല്ലോ 1 ടീസ്പൂൺ ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറ് കട്ടയായിട്ട് ഇരിക്കാണ്ടിരിക്കാനാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഉണ്ടല്ലോ ഈ ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 3 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അങ്ങനെ ആ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഈ സവോള ഏകദേശം ഇതേ ഒരു പരുവത്തിലായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പ്രോൺസ് ഒന്ന് ഇട്ടിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കര ഡീപ്പ് ഫ്രൈ അല്ല, അതൊന്ന് വെന്ത് വരണം അതിൽ കിടന്നിട്ട്. അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഈ പ്രോൺസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂംസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മഷ്റൂം ഇവിടെ നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വളരെ കുറച്ച് സമയം മാത്രം മതി. ഇത് മഷ്റൂം വേഗം തന്നെ വെന്ത് കിട്ടും. അതിനുശേഷം ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ഉണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ അരിയാനായിട്ട് മറന്നുപോയിട്ടുള്ള ഒരു സാധനമുണ്ട്, നമ്മുടെ ക്യാപ്സിക്കം ഫ്രൈഡ് റൈസിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത്രയൊരു കഷ്ണം ക്യാപ്സിക്കം കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ടിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ അതുകൂടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്കുണ്ടല്ലോ കുറച്ച് പഞ്ചസാര, ഇത്രയും അളവിലൊരു പഞ്ചസാര ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഇട്ടിട്ട് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ പിടിക്കത്തക്ക രീതിയിൽ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമാണ് നമ്മുടെ ആ റൈസും അത് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഫ്രൈഡ് റൈസിന്. അപ്പോൾ നല്ലോണം തന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ
മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് കുത്തി ഉടയ്ക്കരുത്, നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ടൊന്ന് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു സ്പൂൺ ഒന്ന് സോയാ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഫ്രൈഡ് റൈസിൽ മെയിനായിട്ട് കുരുമുളക് പൊടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കുരുമുളക് പൊടിയും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അവസാനം ഇതിലേക്ക് നമ്മളുണ്ടല്ലോ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാനാണ് കേട്ടോ പോകുന്നത്. ഇനി ഈ 10-15 മിനിറ്റിന് ശേഷം മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി എപ്പോഴാണോ കഴിക്കുന്നത് അപ്പോൾ എടുത്താലും മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണിത്. മാത്രമല്ല ഇപ്പോൾ ഈസ്റ്ററൊക്കെ വരാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡേക്ക് സ്പെഷ്യലായിട്ടുള്ള ഈ ഫ്രൈഡ് റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.